നമ്മൾ പോസ്റ്റ് മോഡേണിസത്തിൽ പറയുന്ന ബൃഹദാഖ്യാനങ്ങളുടെ തകർച്ചയും മിനി നറേറ്റീവ്സിന്റെ ഉയർച്ചയും ഒക്കെ പറയുന്നില്ലേ, ആ ഒരു പ്രത്യയശാസ്ത്രപരമായ തുടക്കം 1960-കളിൽ തന്നെ ഉണ്ടായി. എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഐഡിയോളജീസ് ലൈക്ക് കമ്മ്യൂണിസം, സോഷ്യലിസം, ലിബറലിസം ഇതെല്ലാം പോയി. അതിന് പകരം മിനി നറേറ്റീവ്, മൈക്രോ നറേറ്റീവ്സ് വരുന്നു. അങ്ങനെ ലോകരാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് ഡാനിയൽ ബെൻ ഒരാശയമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ അദ്ദേഹം തന്നെ സ്വയം അടയാളപ്പെടുത്തുന്നത് ഐ എം എ സോഷ്യലിസ്റ്റ് ഇൻ ഇക്കണോമിക്സ്, ഐ എം എ ലിബറൽ ഇൻ പൊളിറ്റിക്സ് ആൻഡ് എ കൺസർവേറ്റീവ് ഇൻ കൾച്ചർ ഓർ ഇൻ സിവിലൈസേഷൻ. അതിൽ ഈ കൺസർവേറ്റീവ് ഇൻ കൾച്ചർ എന്നുള്ളത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇന്നത്തെ ഗ്ലോബൽ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന കൺസർവേറ്റീവ് റെവല്യൂഷന്റെ ഐഡിയോളജിയായി വർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാദം എന്താ വെച്ചാൽ, കമ്മ്യൂണിസവും ലിബറലിസവും അടക്കമുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് പുതിയ രൂപത്തിലുള്ള സാമൂഹ്യ രൂപീകരണങ്ങൾ ഉണ്ടാവും. മനുഷ്യന് സാധ്യമായ ഏറ്റവും ഉയർന്ന തലം ലിബറൽ ഇക്കണോമിയാണ്, അത് യാഥാർത്ഥ്യമാകും. പിന്നെ എലക്റ്റഡ് ഡെമോക്രസി യാഥാർത്ഥ്യമാകും. പിന്നെ മനുഷ്യൻ പക്ഷേ കൂടുതൽ സെക്കുലർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ദേശീയതയിലേക്കൊക്കെ പോകുന്നതിന് പകരം കൺസർവേറ്റീവ് ആയിട്ടുള്ള കൾച്ചറൽ പൊളിറ്റിക്സിലേക്ക് മടങ്ങും. ഇതാണ് അതിന്റെ കോർ. അതൊന്ന് വായിച്ചു നോക്കണം. എന്താ, ഇറ്റ്സ് എ എഡിറ്റഡ് വർക്ക്, വളരെ രസകരമായ വർക്കാണ്. രണ്ടാമത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവരും പരിചയമുണ്ട്, ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ വേൾഡ് ഓർഡർ ബൈ സാമുവൽ പി ഹണ്ടിങ്ടൺ. ഹണ്ടിങ്ടന്റെ വർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. അത് കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻഡ് ഓഫ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, എവിടെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, ബേസിക്കലി ക്ലാസ്റ്റക്കിൾസ് വിൽ ഗോ ഓൺ എന്ന് നമ്മളൊക്കെ വാദിച്ചത്. അന്നത്തെ മാർക്സിസ്റ്റ് അനാലിസിസ് പൊട്ടത്തെറ്റായിരുന്നു എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കും. അന്ന് ഞാനിടയ്ക്ക് എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, സാമുവൽ പി ഹണ്ടിങ്ടൺ മണ്ടൻ, ഇതൊക്കെ സാമ്രാജ്യത്വ പ്രൊപ്പഗാൻഡയാണെന്ന് പറഞ്ഞു. ബട്ട് ദ ക്ലാസ് പൊളിറ്റിക്സ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ കൾച്ചറൽ പൊളിറ്റിക്സ്. ഇറ്റ്സ് എ റിയാലിറ്റി. അന്ന് സാമുവൽ ഹണ്ടിങ്ടൺ 90s പറഞ്ഞു, ഇന്ന് യാഥാർത്ഥ്യമായി. അന്ന് നമ്മൾ ഈ കൾച്ചറൽ പൊളിറ്റിക്സിനെ അഡ്രസ് ചെയ്യാൻ അന്ന് അക്കാഡമിക്കലി ആൻഡ് ഇന്റലക്ച്വലി നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന മാറ്റം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. എൻഡ് ഓഫ് ഐഡിയോളജി സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് സാമുവൽ പി ഹണ്ടിങ്ടണും പറയുന്നത്. അപ്പൊ ഫ്യൂച്ചർ പൊളിറ്റിക്സ് എന്തായിരിക്കും? ദ ഫ്യൂച്ചർ പൊളിറ്റിക്സ് വിൽ ബി ഡോമിനേറ്റഡ് ബൈ കൾച്ചറൽ ടീം. കൾച്ചർ എന്ന് പറയുന്നത് അതിലെ എത്തനോ ഐഡിയോളജി വരും, എത്തനിക് നാഷണാലിസം വരും, എത്തനോ നാഷണാലിസം വിൽ കം ടു ദ ഫോർഫ്രണ്ട്, ഓർ റിലീജിയസ് ഫണ്ടമെന്റലിസം വരും. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിമാരകമാണ്. റിലീജിയസ് ഫണ്ടമെന്റലിസം ആൻഡ് എത്തനോ നാഷണലിസം രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്തനിക് ക്ലീൻസിങ് അല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. ഫൈനൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈനൽ സൊല്യൂഷൻ, ദ ഫൈനൽ സൊല്യൂഷൻ ഓഫ് ഹിറ്റ്ലർ. ഇറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ സൊല്യൂഷൻ ഓഫ് രാകേഷ് ശർമ്മ. ദാറ്റ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ ഓഫ് ഹിറ്റ്ലർ. അപ്പൊ എത്തനോ നാഷണാലിസവും റിലീജിയസ് ഫണ്ടമെന്റലിസം കൂടെ മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് റിലീജിയസ് ഫണ്ടമെന്റലിസം വരുന്നുണ്ട്. കുക്കികൾ ക്രിസ്ത്യാനികളാണ്, മറ്റവര് ഹിന്ദുക്കളാണ്. ഇത് രണ്ട് വംശീയ വിഭാഗങ്ങളുമാണ്. അപ്പൊ ഇവിടെ കുക്കി നാഷണാലിസവും അത് വംശീയ ദേശീയതയാണ്, മറ്റത് മെയ്ത്തി നാഷണാലിസം. ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. രണ്ട് റിലീജിയസ് ഫണ്ടമെന്റലിസം അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് തന്നെയാണ് ഹിറ്റ്ലറുടെ കാലത്ത് സംഭവിച്ചത്. ഹിറ്റ്ലറിന്റെ റേഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി വേൾഡ്, മീൻ ക്യാമ്പ്, അത് എത്ര നാഷണലിസ്റ്റ് ആണ്. ആര്യൻ സിവിലൈസേഷൻ ആണ് ലോകത്തിലെ മുഴുവൻ സംസ്കൃതികൾക്കും ജന്മം നൽകിയത്. അതിനെ മുഴുവൻ തകർത്ത് കളഞ്ഞത് ജൂതന്മാരാണ്. അതുകൊണ്ട് ആര്യൻ സിവിലൈസേഷനെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിന് അദ്ദേഹം ഇട്ട പേരാണ് ഫൈനൽ സൊല്യൂഷൻ. അതാണ് ഫൈനൽ സൊല്യൂഷൻ, എത്നിക് ക്ലീൻസിങ്. 60 ലക്ഷം ജൂതന്മാരെ പിടിച്ചു പോകുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നി, ഈ ജൂതന്മാർ മാത്രമല്ല ഈ ആര്യൻ സ്റ്റേറ്റിന്റെ ശത്രുക്കൾ. പിന്നെ അവർ ക്രിസ്ത്യാനികളെ കാച്ചി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഹോമോസെക്ഷൽസ്, ലെസ്ബിയൻസ്, ഇവരൊക്കെ പ്രശ്നക്കാരാണ്. അപ്പൊ അവരെ തട്ടി. അത് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായത് ഇന്ത്യക്കാർ ഭയങ്കര കുഴപ്പക്കാരാണ്. കുറെ ഇന്ത്യക്കാർ അതിലെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് യൂറോപ്പിലൂടെ. 16-ാം നൂറ്റാണ്ടിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ടീമാണ്. നമ്മുടെ പഞ്ചാബിൽ നിന്ന്, പഞ്ചാബ് ഹരിയാന മേഖലയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ്. അവരെ ജിപ്സികളെന്ന് അറിയപ്പെടുന്നു യൂറോപ്പിൽ. അവര് ജിപ്സികൾ ഈ ചെറിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടികളെ തിന്നുവെന്നും ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്ന ആഫ്റ്റർ ബർത്ത് കഴിക്കുമെന്നൊക്കെയുള്ള ഭയങ്കര നറേറ്റീവ്സ് ഉണ്ട്. ഈ പാവങ്ങളാണ്, നടപടികളാണ് അതിലിങ്ങനെ കാണുക. അത് 2 ലക്ഷത്തോളം ജിപ്സികളെ കൊലപ്പെടുത്തി. പ്രായമായ ആളുകൾ രാഷ്ട്രത്തിന് ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അവരെ കൊടുത്തു. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ 1.1 crores, 11 മില്യൺ പീപ്പിളെയാണ് തകർത്തത്. എത്രയോ നാഷണാലിസവും നാഷണലിസ്റ്റ് ജിങ്കോയിസവും ചേർന്നിട്ടുള്ള ഒരു മാരക കോമ്പിനേഷനാണ്. അപ്പം അത് ആ ഒരു ആസ്പെക്ട് വളരെ പ്രധാനമായിരുന്നു, ഇത്തരത്തിലുള്ള ഉയർപ്പുകൾ ഉണ്ടാകും എന്നുള്ളത്. അതാണ് രണ്ടാമത്തത്, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് റീമേക്കിംഗ് ഓഫ് ദി വേൾഡ് ഓർഡർ എന്നുള്ളതാണ്. മൂന്നാമത്തെ പുസ്തകമാണ് എൻഡ് ഓഫ് ഹിസ്റ്ററി ബൈ ഫുക്കോയമ്മ, എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ ലാസ്റ്റ് മാൻ.
ഫുക്കുയാമ പറയുന്നത് ചരിത്ര വികാസത്തിന്റെ ഘട്ടം അവസാനിച്ചു, അവസാനത്തെ മനുഷ്യനുണ്ടായി, ലിബറൽ മാൻ ആണ് അവസാനത്തെ മനുഷ്യൻ. ഇനി അങ്ങോട്ട് സാമൂഹിക പുരോഗതി ഇല്ല. പക്ഷെ ഇനിയും സമൂഹം പുരോഗമിക്കും എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ യുവൽ നോഹ ഹരാരിയുടെ 21 ലെസൺസ് ഫോർ 21st സെഞ്ചുറി, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ പാർട്ട് വൺ എന്ന് പറഞ്ഞ ടെക്നോളജിക്കൽ ഇഷ്യൂസ് ആണ് പറയുന്നത്. അതിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഡിസില്യൂഷൻമെന്റ് എന്നാണ്. എൻഡ് ഓഫ് ഹിസ്റ്ററി ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ് എന്നാണ് അതിന്റെ ടൈറ്റില്. എൻഡ് ഓഫ് ഹിസ്റ്ററി ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ്. ഏതായാലും ഫുക്കുയാമ ചരിത്രം അവസാനിച്ചു എന്ന് പറഞ്ഞത് അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്ന് യുവൽ നോഹ ഹരാരി ഇപ്പം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ദ പ്രോസസ് ഈസ് ഓൺ ഗോയിങ്. എൻഡ് ഓഫ് ജിയോഗ്രഫി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ അവസാനമാണ്. അത് ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി 1995-ൽ ഗാട്ട് വന്നു, WTO ഫോം ചെയ്തു. WTO എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിനും വാണിജ്യത്തിനുമുള്ള സ്വതന്ത്രമായ വ്യാപാര സ്ഥാപന വ്യവസ്ഥയാണ് WTO, ബേസ്ഡ് ഓൺ ഗാട്ട് എഗ്രിമെന്റ്. അപ്പൊ ഗാട്ട് എന്ന് അത് റൂൾസ് ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ ആണ്. ഈ റൂൾസ് ബേസ്ഡ് ഗ്ലോബൽ ഓർഡറിനെ നയിച്ച രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഒന്ന് UNO ആണ്. അറ്റ്ലാന്റിക് ചാർട്ടറിന്റെയും UN ചാർട്ടറിന്റെയും അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ അത് തമ്മിലുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനി അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാരത്തെയും വാണിജ്യത്തെയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുഴുവൻ റെഗുലേറ്റ് ചെയ്തതാണ് ഗാട്ട് കരാർ. അതിന്റെ ഭാഗമായി രൂപം കൊണ്ട WTO. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാണ്ടായി. WTO നിന്ന് അമേരിക്ക പിൻവാങ്ങിയതോടുകൂടി WTO ഇല്ലാണ്ടായി. പിന്നെ ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനായിട്ട് ഈ ഐക്യരാഷ്ട്രസഭയിൽ മാറി. ഒരു കാര്യമില്ല, ഗ്ലോബൽ ഓർഡർ മുഴുവൻ തകർന്നു. അപ്പൊ ഇനി നമുക്ക് ഗ്ലോബൽ ഓർഡറിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു അന്താരാഷ്ട്ര സംഘടന ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്ലോബൽ ഓർഡർ, ഇന്റർനാഷണൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വിയന്ന സെറ്റിൽമെന്റ് ആണ് 1914 വരെ ഗ്ലോബൽ സിസ്റ്റത്തെ നിലനിർത്തിയത്. പിന്നെ 1920-കളിൽ ലീഗ് ഓഫ് നേഷൻസ് വന്നെങ്കിലും അത് ഫങ്ഷണൽ ആയില്ല. കുറച്ചു കാലത്തേക്ക് അത് നിന്നു. പക്ഷേ 30-കളിൽ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഉദയത്തോടുകൂടി അത് ഇല്ലാണ്ടായി. 45-ൽ UNO വന്നു. UNO 90-കൾ വരെ ഉള്ളൂ. 1991-ലെ എൻഡ് ഓഫ് കോൾഡ് വാർ സംഭവിച്ചതോടുകൂടി UNO അപ്രസക്തമായി. കാരണം ബാലൻസ് ഓഫ് പവർ ഇല്ലാതെ, കളക്റ്റീവ് സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നിൽക്കാൻ പറ്റില്ല. കളക്റ്റീവ് മെഷർ ഫോർ സെക്യൂരിറ്റി. അപ്പൊ അതില് വാർസാ പാക്ട് ഇല്ലാണ്ടായതോടുകൂടി അമേരിക്കയുടെ ശക്തിയെ ബാലൻസ് ചെയ്യാൻ ഒരു ഫോഴ്സ് ഇല്ല. അപ്പൊ ഇനി കളക്റ്റീവ് മെഷർ ആരെടുക്കും? സോവിയറ്റ് യൂണിയനും വാർസാ പാക്ടും ഇല്ല 91-ന് ശേഷം. അപ്പോൾ അമേരിക്ക ഒരു അഗ്രഷൻ നടക്കുന്നു. അവിടെ ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി മെഷർ ഹു വിൽ ടേക്ക്? ഒരു ശക്തിയും ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് അമേരിക്ക പറയുന്ന പോലെ കാര്യം നടക്കും. ഇപ്പോഴും അങ്ങനെ. ഇറാനിയൻ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ ശക്തിയെ ബാലൻസ് ചെയ്യണമെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും കമ്പൈൻഡ് ഫോഴ്സസിന് പോലും പറ്റില്ല. കാരണം ചൈനയുടെ 20 ട്രില്യൺ ഇക്കണോമി ആണെങ്കിൽ 32.8 ട്രില്യൺ ഇക്കണോമിയാണ് അമേരിക്കയുടേത്. മാത്രമല്ല ചൈനയ്ക്ക് ഒരു ഗ്ലോബൽ പ്രസൻസ് ഇല്ല, മിലിറ്ററി ഗ്ലോബൽ പ്രസൻസ് ഇല്ല. റഷ്യക്ക് സൈനികമായി ശേഷിയുണ്ട്, പക്ഷെ സാമ്പത്തികമായി ശേഷിയില്ല. പിന്നെന്ത് ചെയ്യും? അപ്പോൾ അമേരിക്കയുടെ ശക്തിയെ ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ ലോകത്തിൽ മറ്റൊരു ഫോഴ്സും ഇല്ല. അതുകൊണ്ട് ഇത് 91-ന് ശേഷമുള്ള അവസ്ഥയാണ്. 91 മുതൽ 2008 വരെയുള്ള പീരീഡാണ് നമ്മൾ ക്ലാസിക്കൽ പീരീഡ് ഓഫ് യൂണിലാറ്ററലിസം, അല്ലെങ്കിൽ ഒരു സിംഗിൾ പവർ മാത്രമുള്ള കാലം, ഏകദ്രുവ ലോകം. അതിന് ജോർജ് ബുഷ് പറഞ്ഞത് നവലോക ക്രമം എന്നാണ്, ന്യൂ വേൾഡ് ഓർഡർ. 2008-ൽ അമേരിക്കയിൽ ലോങ് റിസഷൻ ആരംഭിച്ചു. അത് സാമ്പത്തിക തകർച്ചയെ തുടർന്ന് ആദ്യം ലേമാൻ ബ്രദേഴ്സ് പൊളിഞ്ഞതോടുകൂടി ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ 2008-ന് ശേഷം ക്ലാസിക്കൽ ഗ്ലോബലൈസേഷൻ കെയിം ടു ആൻ എൻഡ് ആൻഡ് എ ന്യൂ ടൈപ്പ് ഓഫ് ഗ്ലോബൽ സിനാറിയോ കെയിം ടു ദ സീൻ. 2016-ല് ട്രംപ് വന്നതോടുകൂടി അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഡിസ്റപ്റ്ററാണ് ഇൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. നിലവിലുള്ള മുഴുവൻ സിസ്റ്റത്തെയും അദ്ദേഹം പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, അമേരിക്കയുടെ പഴയ ആശയത്തെ അദ്ദേഹം പ്രതിജീവിച്ചു. പഴയത് മൺട്രോ ഡോക്ട്രിൻ എന്നാണ്. മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ഡെസ്റ്റിനി എന്നുള്ള സങ്കല്പമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്ക, മീസോ അമേരിക്ക, അമേരിക്കാസ് എന്ന് പറയുന്ന പ്രദേശത്ത് അമേരിക്കയ്ക്ക് സ്വാഭാവികമായ ആധിപത്യമുണ്ട്. ആ മേഖലയിൽ യൂറോപ്യന്മാർ ഇടപെടരുത്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക അവർ വിളിച്ചത് കിച്ചൺ ഗാർഡൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഞങ്ങളുടെ കിച്ചൺ ഗാർഡനാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വല്ല കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് പറിച്ചെടുക്കും, അവിടേക്ക് ആരും വരരുത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവർ നടപ്പാക്കിയ പോളിസി തന്നെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറയും. ഇറ്റ്സ് എ ടൈമിങ് ടെക്നോളജി. മുയലുകളെയൊക്കെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. ഒരു ക്യാരറ്റ് കാണിക്കും, എന്നിട്ട്
പറയുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ ക്യാരറ്റ് കൊടുക്കും, ഇല്ലെങ്കിൽ അടി കൊടുക്കും. അപ്പൊ ഇതിന്റെ ഒരു പോളിസി ഫോർമാറ്റാണ് മൺട്രോ ഡോക്ട്രിൻ. അത് ഡോൺട്രോ ഡോക്ട്രിനായിട്ട് ഇപ്പൊ മാറി. ഡോൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ദ ആപ്ലിക്കേഷൻ ഓഫ് മൺട്രോ ഡോക്ട്രിൻ ടു ദ ഗ്ലോബൽ സിനാറിയോ. ലാറ്റിൻ അമേരിക്കയിൽ മാത്രം ആപ്ലിക്കബിൾ ആയിരുന്ന അമേരിക്കയുടെ ഈ ഹെജിമണി, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ട് ലോകമെമ്പാടും നടപ്പാക്കാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിക്കും. എന്ന് വെച്ചാൽ അമേരിക്കയുടെ മാനിഫെസ്റ്റ് ഡെസ്റ്റിനി ഈസ് ടു കൺട്രോൾ ദി എൻറ്റയർ വേൾഡ്, നോട്ട് ജസ്റ്റ് ദ ലാറ്റിൻ അമേരിക്ക, ജസ്റ്റ് ദ മീസോ അമേരിക്ക ഓർ ലാറ്റിൻ അമേരിക്ക. അപ്പോൾ വി ആർ കൺഫ്രണ്ടിങ് ദ ഡോൺട്രോ ഡോക്ട്രിൻ, the extended version of Monroe Doctrine. That means America has the natural capacity, or destined, Americans are destined to control the entire world. അത് ഇറാനിൽ ആര് ഭരിക്കണമെന്ന് അവർ തീരുമാനിക്കും. വെനിസ്വേലയിലെ പ്രസിഡന്റിനെ അവർക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇന്ത്യ എത്ര എണ്ണം വാങ്ങിക്കണം എന്നൊക്കെ അണ്ണൻ പറയും. നിങ്ങളൊരു 100 ദിവസത്തേക്ക് വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 ദിവസത്തേക്ക് വാങ്ങിക്കാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചൈനയാണെങ്കിൽ അതിനെ കൺഫ്രണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് ഓർത്തിട്ട് 1978, 79 വരാം. ഈ 2 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട 2 വർഷങ്ങളാണ്. 1978 2 അത്ഭുതങ്ങൾ ഉണ്ടായി. അത് ശക്തമായ ശീതയുദ്ധം നടക്കുന്ന കാലമാണ്. അതില് 2 ആളുകൾ കേരള കോൺഗ്രസ്സുകാർ ചെയ്തതുപോലെ മറുകണ്ഠം ചാടി. അതാണ് 1978 പ്രത്യേകത. അതിൽ ആദ്യം ചാടിയത് ചൈനയാണ്. സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ ഭാഗമായിരുന്ന ചൈന 1978 അമേരിക്കയുമായിട്ട് ട്രേഡ് എഗ്രിമെന്റ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാവുകയും ഡെങ് സിയായോപിങ്ങിന്റെ ദർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CCP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെയും പിന്നെ ചൈന എന്ന രാജ്യത്തിന്റെയും ഔദ്യോഗിക നയമായി സ്വീകരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നും വികസിത മുതലാളിത്ത ലോകത്തു നിന്നും ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുവാനും അവരുടെ ഇക്കണോമിനെ ഓപ്പൺ അപ്പ് ചെയ്യാനും തീരുമാനിച്ചു. എന്നിട്ടോ അവര് നേരെ അമേരിക്കൻ പക്ഷത്തേക്ക് ചാഞ്ഞു. ആകെപ്പാടെ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ചൈന വെച്ചിട്ടുള്ളൂ. അത് തൈവാനെ ഒരു സ്വതന്ത്ര രാജ്യമായി നിങ്ങൾ അംഗീകരിക്കരുതെന്നാണ്. ഇപ്പോഴും ചൈനയെ ഒരു സ്വതന്ത്ര രാജ്യമായി അമേരിക്ക അംഗീകരിച്ചിട്ടുമില്ല. അതാണ് ആദ്യത്തെ മാറ്റം. ചൈന അമേരിക്കൻ പക്ഷത്തേക്ക് പോയി. ഇന്നത്തെ ചൈന ഉണ്ടായത് അമേരിക്കയുടെ ഒരു സൃഷ്ടിയാണ്. ഇന്ന് നമ്മൾ 21 ട്രില്യൺ ഇക്കണോമി എന്നൊക്കെ പറഞ്ഞ് ചൈനക്കാരെ ഇങ്ങനെ പൊഴുന്നല്ലേ. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിൽ നിന്നും വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും ടെക്നോളജിയും ക്യാപിറ്റലും സ്വതന്ത്രമായി ചൈനയിലേക്ക് ഒഴുകി വരാനുള്ള ഒരു ചാനൽ തുറന്നിട്ടതിന്റെ സൃഷ്ടിയാണ് ഇന്നത്തെ ചൈന. അതായിരുന്നു ബേസിസ്. പക്ഷെ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവർക്ക് പറ്റി, നമുക്കത് പലപ്പോഴും പറ്റിയില്ല. അതാണ്. ഇന്ത്യ പക്ഷെ 92 തുറന്നുള്ളൂ. അപ്പൊ നമ്മളെക്കാൾ അവർ 78 തുറന്നു. അതുകൊണ്ട് അത്രയും അവർ മുന്നോട്ട് പോയി. ഇനി ഇത് 78 മറ്റൊരു ഭീകരമായ മറുകണ്ഠം ചാട്ടം ഉണ്ടായത് ഈജിപ്താണ്. ഈജിപ്ത് ഫലസ്തീനിയൻ കോസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ മുടിചൂടാമന്നനായിരുന്നു. ആരബ് നാഷണലിസത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഈജിപ്ത്. മാത്രമല്ല ചെറുചെറ പ്രസ്ഥാനത്തിന്റെ നേതാവ്. അങ്ങനെ ഇരിക്കുന്ന ഈജിപ്ത് അറബ് രാജ്യങ്ങളെയും സോഷ്യലിസ്റ്റ് ബ്ലോക്കിനെയും സോവിയറ്റ് യൂണിയനെയും ഒക്കെ ഇസ്ലാമിക ലോകത്തെ മൊത്തത്തിൽ വഞ്ചിച്ചുകൊണ്ട് അവര് യൂണിലാറ്ററൽ പീസ് എഗ്രിമെന്റ് വാസ് സൈൻഡ് വിത്ത് ഇസ്രായേൽ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റ്. അൻവർ സാദത്താണ് അതിൽ ഒപ്പിട്ടത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് 1979 അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഈജിപ്തിന് അത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പിന്നീട് അറബ് ലീഗിൽ നിന്ന് അവരെ പുറത്താക്കി. മുഴുവൻ അറബ് രാഷ്ട്രങ്ങളും ചേർന്ന് അറബ് ലീഗിൽ നിന്ന് ഈജിപ്തിനെ പുറത്താക്കി. അറബ് ലീഗിൽ നിന്ന് പുറത്താക്കി അവർ പിന്നെ 89 തിരിച്ച് അറബ് ലീഗിൽ വരുന്നത്. അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഒക്കെ ഈജിപ്തിനെ തള്ളിപ്പറയുക കൂടെ ചെയ്തു. അപ്പൊ അങ്ങനെ സോവിയറ്റ് ചേരിയിൽ ഉണ്ടായിരുന്ന 2 രാജ്യങ്ങൾ 1978 നിന്ന നിലയിൽ അമേരിക്കൻ ചേരിയിലേക്ക് മാറി. തൊട്ടടുത്ത വർഷം 1979 അതുവരെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യശക്തിയായിരുന്ന ഇറാനിൽ ഇസ്ലാമിക റവല്യൂഷൻ ഉണ്ടാവുകയും ഇറാൻ അമേരിക്കയുടെ വിപരീത ചേരിയിലേക്ക് മാറുകയും ചെയ്തു. സോവിയറ്റ് ചേരിയിലേക്ക് പോയി എന്ന് മാത്രമല്ല 1979 മുതൽ ഇറാൻ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ലോഗൻ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ്. കഴിഞ്ഞ 47 വർഷമായിട്ട് അവർ ഈ സ്ലോഗൻ, അത് പാർലമെന്റ് മജ്ലിസ് ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇസ്ലാമിക് കൺസൾട്ടേറ്റീവ് കൗൺസിൽ അസംബ്ലിയാണ് അവരുടെ പാർലമെന്റ്. എപ്പോഴും ഈ ഒരു പ്രമേയം ഉണ്ടാവും. അപ്പം അത് ഒരു വലിയൊരു മാറ്റമാണ്. അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഏറ്റവും കരുത്തുറ്റ ഒരു സഖ്യശക്തിയെ നഷ്ടപ്പെട്ടു.
ഇതേ വർഷം ഈ 1979 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഇതാണ് ഇറാനിയൻ റെവല്യൂഷൻ. രണ്ടാമത്തത് അതേ സമയത്ത് തന്നെ സോവിയറ്റ് യൂണിയന്റെ ഇൻവേഷൻ ഉണ്ടാവുന്നു അഫ്ഗാനിസ്ഥാനിൽ. അതിന്റെ ഫലമായിട്ട് മുജാഹിദ്ദീൻ മൂവ്മെന്റ് ഉണ്ടാവുന്നു. അപ്പൊ ഇസ്ലാമിക ലോകത്ത് 2 തരത്തിലുള്ള പൊളിറ്റിസൈസേഷൻ സംഭവിച്ചു. ഒന്ന്, ഷിയ പൊളിറ്റിക്കൽ ഇസ്ലാം എമർജ്ഡ് ആസ് എ സ്റ്റേറ്റ് ഐഡിയോളജി ഇൻ ഇറാൻ. അഫ്ഗാൻ കേന്ദ്രീകരിച്ച് ജിഹാദിസം, അത് സുന്നി ബ്രാൻഡ് ഓഫ് ജിഹാദിസം ബിക്കം എ ന്യൂ ഐഡിയോളജി. അപ്പം തൊട്ടടുത്ത 2 രാജ്യങ്ങളിലായിട്ട് സോവിയറ്റ് യൂണിയന്റെ സപ്പോർട്ട് ഇറാനാണുള്ളത്. അപ്പോൾ ഇറാനിലുള്ള ഷിയ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് സോവിയറ്റ് യൂണിയന്റെ സപ്പോർട്ട്. തൊട്ടപ്പുറത്ത് സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ ആഗോള ജിഹാദി മൂവ്മെന്റ്, അത് സുന്നി പ്രസ്ഥാനങ്ങളാണ് എല്ലാം. അത് അൽ ഖ്വയ്ദയുണ്ട്, മറ്റേ മുജാഹിദ്ദീൻ ഗ്രൂപ്പുകൾ മുഴുവനുണ്ട്. അത് സുന്നി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് ആണ്, സുന്നി ജിഹാദിസമാണ്. ഇത് രണ്ടും, ഈ സുന്നി ജിഹാദിസം ഫുള്ളി സപ്പോർട്ടഡ് ബൈ അമേരിക്ക, സ്പോൺസേഡ് ബൈ അമേരിക്ക. താലിബാന്റെ ഈ താലിബ് എന്ന് പറഞ്ഞ അർത്ഥത്തിന് സ്റ്റുഡന്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാരെല്ലാം മുല്ലകളാകുന്നത്, മുല്ല ഉമർ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അവിടെയുള്ള സ്കൂളുകളിൽ ഈ മദ്രസകളിൽ പഠിപ്പിക്കാൻ ആവശ്യമായ ഖുറാൻ അമേരിക്കയിൽ ഉണ്ടാക്കിയ ഖുറാൻ. ജിഹാദിസത്തെ ഇങ്ങനെ വാലറൈസ് ചെയ്യുന്ന ധാരാളം ആയത്തുകൾ കൃത്രിമമായി ഉണ്ടാക്കി തിരികെ കയറ്റിയ ഖുറാനാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മൈക്കൽ ഹേർസൺ എന്ന് പറയുന്ന അറബി പണ്ഡിതനായിരുന്നു. എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ഖുറാൻ പഠിപ്പിച്ചിട്ടാണ് ഈ സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാനിസ്ഥാനിൽ ജിഹാദ് നടത്തിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോ അങ്ങനെ അതിനകത്ത് ഇസ്രായേലിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. അപ്പൊ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്നാണ് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ റെവല്യൂഷൻ അവിടെ ഉണ്ടാക്കിയത്. അപ്പൊ ഒരേ സമയം സുന്നി ലോകം ജിഹാദിസത്തിലേക്കും ഷിയ ലോകം ഫണ്ടമെന്റലിസ്റ്റ് പൊളിറ്റിക്കൽ ഷിയായിറ്റ് മൂവ്മെന്റിലേക്കും തിരിഞ്ഞ് 2ആയി ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം 79 ഉണ്ടായി. ഇതേ 79 തന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, ഈ ഖജിറൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് പ്രവാചകന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അവര് തോൺ ഇൻ ദ ഫ്ലഷ് ഓഫ് കലിഫ് എന്നാ പറയാ. ഇവന്മാര് പ്യൂരിറ്റൻസ് ആണ്, ഭയങ്കര കുഴപ്പമുണ്ടാക്കും. അപ്പൊ ഇവര് 9-ാം നൂറ്റാണ്ടിലൊക്കെ അവരൊരു സംഘം ഉണ്ടായിരുന്നു ബഹ്റൈൻ കേന്ദ്രീകരിച്ച്. അവരെ കനേറ്റിയൻസ് എന്നാ പറയുന്നത്, കനേറ്റിയൻസ്. ഇവര് മക്ക ആക്രമിച്ച് അവിടുത്തെ കാബയിലെ കറുത്ത കല്ല് എടുത്തോണ്ട് പോയിട്ട് 20 വർഷം അവരത് കയ്യിൽ വെച്ചു. അത് തല്ലി പൊട്ടിച്ച് കളഞ്ഞു. കുറെ കാലം അവർ ടോയ്ലറ്റ് ആയിട്ടൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ഈ കാബയുടെ കല്ല് വെച്ചിട്ട് അതിൽ മൂത്രം ഒഴിക്കലൊക്കെ ആയിരുന്നു അവരുടെ പരിപാടി എന്നൊക്കെയാ പറയുന്നത്. എന്നൊക്കെയുള്ള സാധനമുണ്ട്. ഏതായാലും അത് 952 അബ്ബാസിദ് കാലിബ്സ് വലിയ ഒരു റാൻസം ഇവർക്ക് കൊടുത്തിട്ടാണ് ഇത് തിരിച്ചു വാങ്ങിക്കുന്നത്. തിരിച്ചു വാങ്ങിക്കുന്ന സമയത്ത് 7 പീസായിട്ട് അത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞ കാബയുടെ കല്ലിന്റെ ആ പൊട്ടുകളിൽ വെള്ളി ഉരുക്കി ഒഴിച്ചിട്ടാണ് ഇന്ന് അവിടെ വീണ്ടും കൊണ്ട് പ്രതിഷ്ഠിച്ചത്. ആ കബയ്ക്ക് ചുറ്റുമാണ് ഇപ്പൊ നമ്മൾ പോയിട്ട് ഹജ്ജൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരുന്നത്. ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോ ഇവരുടെ ഇത്തരം ഈ ഒരു സ്ട്രീം ഓഫ് തോട്ട് ഇസ്ലാമിൽ ആദ്യമുണ്ട്. ഇവരുടെ സ്വാധീനത്തിൽ ഒട്ടൈബി എന്ന് പറഞ്ഞ ഒരാൾ 1979 കബ പിടിച്ചെടുത്തു. 500-ലധികം പോരാളികൾ ഇടിച്ചു കയറി. അവിടെ ഹജ്ജ് നടക്കുന്ന സമയത്താണ് കാബ പള്ളി, മസ്ജിദുൽ ഹാരം മുഴുവൻ പിടിച്ചെടുത്തു. ഞെട്ടിപ്പോയി ഇസ്ലാമിക ലോകം. 100 ആയിരക്കണക്കിന് ഹജ്ജാജികൾ ഇവരുടെ നിയന്ത്രണത്തിലായി. രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ല. ഇസ്രായേലിനോട് പറഞ്ഞു, അമേരിക്കയോട് പറഞ്ഞു. അമേരിക്കൻ കമാൻഡോകൾ അവിടെ ഇറങ്ങി നിരവധി ദിവസം നീണ്ടു നിൽക്കുന്ന സൈനിക നടപടിയിലൂടെയാണ് അന്ന് മക്ക മോചിപ്പിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെ ദ എൻറ്റയർ ഗൾഫ് റീജിയൻ അമേരിക്കയുടെ പൂർണ്ണമായ സൈനിക നിയന്ത്രണത്തിലാണ്. എന്നുവെച്ചാൽ സൗദി അറേബ്യയിൽ ഇപ്പോഴും ഹജ്ജ് അടക്കമുള്ള കർമ്മങ്ങൾ മുഴുവൻ നടക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസിന്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമാണ്. അത് ഒട്ടൈബിയുടെ ഒരു റിസൾട്ടായിരുന്നു. ഇതാണ് 1979. ഈ 2 വർഷങ്ങൾ ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിർണായകമാണ്.